നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8th question. A quadrilateral ABCD is drawn to circumscribe a circle. Prove that AB plus CD is equal to AD plus BC. ഇവിടെ ഒരു സർക്കംസ്ക്രൈബ് എ സർക്കിൾ എന്ന് വെച്ചാൽ ഒരു ക്വാഡ്രിലാറ്ററലിനകത്ത് 4 വശവും 4 സൈഡിലും ടച്ച് ചെയ്തുള്ള ഒരു സർക്കിളാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സമ്മ് അനദർ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കുമെന്നാണ്. എ ബി പ്ലസ് സി ഡി ഈസ് ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി. ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സമ്മുകൾ പരസ്പരം ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച തിയറം വെച്ച് മാത്രം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കറിയാം എ ബി സി ഡി ഒരു ക്വാഡ്രിലാറ്ററലാണ്. പിയും ക്യൂവും ആറും എസും പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. ടാൻജന്റ് എ ബി എന്ന് പറയുന്ന ടാൻജന്റിലെ സർക്കിളുമായിട്ട് ടച്ച് ചെയ്യുന്ന കോമൺ പോയിന്റ് ആണ് പി. അതുകൊണ്ട് പിയും ക്യൂവും ആറും എസും പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ തിയറം അനുസരിച്ച് നമുക്കറിയാം എ ബി സി ഡി എന്ന് പറയുന്നത് സർക്കിളിലെ എക്സ്റ്റേണൽ പോയിന്റ് ആണ്. ഈ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം എ എന്ന് പറയുന്നത് സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റ് ആണ്. ആ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിൾ വരച്ച ടാൻജന്റ് ആണ് എ ബി എന്ന് പറയുന്ന ടാൻജന്റും എ ഡി എന്ന് പറയുന്ന ടാൻജന്റും. അങ്ങനെയാണെങ്കിൽ ആ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെയുള്ള ലെങ്ത് ഈക്വൽ ആണെന്ന് നമ്മൾ തിയറത്തിൽ പഠിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എ മുതൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എ പി ആണ്. ഇസിക്കൽ ടു എ എസ് എന്ന് എഴുതാം. എ പി ഇസിക്കൽ ടു എ എസ് എന്ന് എഴുതാം. അതേപോലെ ബി എന്ന് പറയുന്നതും ഈ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെയുള്ള ലെങ്ത് എന്തെന്ന് എഴുതാം? ഈക്വൽ ആണെന്ന് എഴുതാം. സോ ബി പി ഈസിക്കൽ ടു ബി ക്യൂ എന്ന് എഴുതാം. അനദർ പോയിന്റ് സി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആണ് സർക്കിളിന്റെ. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെയുള്ള ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ സി ആർ ഈസിക്കൽ ടു സി ക്യൂ. അതേപോലെ ഡി എന്ന് പറയുന്നതും സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റ് ആണ്. ആ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്കുള്ള ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഡി ആർ ഈസിക്കൽ ടു ഡി എസ്. നമുക്കിവിടെ 4 ഇക്വേഷൻ ആണ് കിട്ടിയേക്കുന്നത്. നമുക്ക് ആ 4 ഇക്വേഷനും കൂടെ ചേർത്ത് നമുക്ക് കോമൺ റീസൺ കൊടുത്താൽ മതി. ലെങ്ത് ഓഫ് ടാൻജന്റ് ഫ്രം സെയിം എക്സ്റ്റേണൽ പോയിന്റ്സ് ആർ ഈക്വൽ. എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും ടാൻജന്റിലേക്ക് വരയ്ക്കുന്ന ലെങ്ത് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡുകൾ തമ്മിൽ ഒന്ന് ആഡ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം 3ഉം 4ഉം എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, 3, 4. ആഡിങ് 1, 2, 3, 4. ലെഫ്റ്റ് സൈഡുകൾ പരസ്പരം ആഡ് ചെയ്യാം. എ പി പ്ലസ് ബി പി പ്ലസ് സി ആർ പ്ലസ് ഡി ആർ ഈസിക്കൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എ എസ് പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ പ്ലസ് ഡി എസ്. ഇവിടെ നോക്കുക, എ പി പ്ലസ് ബി പി എന്ന് പറയുന്നത് നമുക്കറിയാം എ ബി ആണ്. സി ആർ പ്ലസ് ഡി ആർ എന്ന് പറയുന്നത് നമുക്കറിയാം ഡി സി ആണ്. ഈസിക്കൽ ടു എ എസ് പ്ലസ് എസ് വരുന്നത് തമ്മിൽ കമ്പൈൻ ചെയ്യാം. എ എസ് പ്ലസ് ഡി എസ് എന്ന് പറയുന്നത് എ ഡി ആണ്. പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ എന്ന് പറയുന്നത് ബി സി ആണ്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ഓപ്പോസിറ്റ് എ ബി പ്ലസ് ബി സി എന്തിന് ഈക്വൽ ആണ്? എ ഡി പ്ലസ് ബി സിക്ക് ഈക്വൽ ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. In figure xy and x dash y dash are two parallel tangents to a circle with the center O. xy എന്ന് പറയുന്നതും x dash y dash എന്ന് പറയുന്നതും രണ്ട് പാരലൽ ടാൻജന്റ് ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഡയമീറ്ററിന്റെ 2 എൻഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻസ് ടാൻജന്റ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം xyയും x dash yയും പാരലൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം നമുക്കറിയാം ഈ ലൈൻ സെഗ്മെന്റ് സെന്ററിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്, ഡയമീറ്റർ ആയിരിക്കും.
പിന്നെ പറഞ്ഞേക്കുന്നു ഇന്റർസെക്ടിങ് അറ്റ് എ, അതായത് ഈ പോയിന്റിന് എ എന്ന് കൊടുത്തു, എക്സ് ഡാഷ് ബൈ ഡാഷിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് ബി എന്നും കൊടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു കൺസ്ട്രക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ജോയിൻ ഒ സി, ഓയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഓയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം ഒ സി ഈസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആണ് ഇല്ലേ. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഒ സി എന്ന് പറയുന്ന റേഡിയസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം ഒ സി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി, റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ്. അതാണ് റീസൺ. ഇവിടെ നോക്കുക, ഇത് 90 ഡിഗ്രിയാണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിളും ഒ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിളും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? നമുക്ക് എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഒരു റൈറ്റ് ട്രയാങ്കിളിനെയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓ, ഇവിടെ നമുക്ക് പി എന്ന പേര് കൊടുക്കാം. ഒ പി എന്ന് പറയുന്ന ട്രയാങ്കിളും ഒ എ സി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് 1 2 3 4 4 ട്രയാങ്കിൾ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. പി ക്യു എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, ഒരു സെമി സർക്കിൾ ആണ് ഈ സർക്കിളിന്റെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡ് സെമി സർക്കിളിന്റെ ഒരു സൈഡിൽ 4 ട്രയാങ്കിൾസ് ആണ് പൂർത്തിയായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 2 ട്രയാങ്കിളിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ പി ഒ എ ആൻഡ് ട്രയാങ്കിൾ എ ഒ സി, ഈ 2 ട്രയാങ്കിളിനെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഈ 2 ട്രയാങ്കിളിനെ നമുക്കൊന്ന് കോൺഗ്രുവന്റ് ആണെന്ന് കൊണ്ടുവരാം. നോക്കുക എന്തൊക്കെ റീസൺസ് പറയാൻ പറ്റും. ഒ പി ഈസ് ഇക്വൽ ടു ഒ സി എന്ന് വെച്ചാൽ ഒ പി എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നതും ഇവിടുത്തെ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം റേഡിയസ് ആണ്. സോ ഒ പി ഈസ് ഇക്വൽ ടു ഒ സി, റേഡിയൈ ഓഫ് സർക്കിൾ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, ഒ എ ഈസ് ഇക്വൽ ടു ഒ എ, രണ്ട് ട്രയാങ്കിളിന്റെയും കോമൺ സൈഡ് ആണ് ഒ എ. അതുകൊണ്ട് നമുക്ക് എഴുതാം ഒ എ ഈസ് ഇക്വൽ ടു ഒ എ, കോമൺ സൈഡ്, കോമൺ. Then another equal part, PA is equal to PA എന്ന് പറയുന്ന ലെങ്തും, അതായത് എ എന്ന് പറയുന്നത് ഈ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റ് ആണ്. ആ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെയുള്ള ലെങ്ത് ഈക്വൽ ആയിരിക്കും. സോ എ പി ഈസ് ഇക്വൽ ടു എ സി എന്ന് എഴുതാം. എ മുതൽ പി വരെയുള്ള ലെങ്ത്, എ മുതൽ സി വരെയുള്ള ലെങ്തും ഈക്വൽ ആയിരിക്കും. ടാൻജന്റ് ഫ്രം സെയിം എക്സ്റ്റേണൽ പോയിന്റ്, ടാൻജന്റ് ഫ്രം സെയിം എക്സ്റ്റേണൽ പോയിന്റ്. അപ്പൊ 3 കണ്ടീഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഴുതാം പി ഒ എ ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എ ഒ സി, റൂൾ എസ്എസ്എസ് കോൺഗ്രുവൻസ് റൂൾ. ഇതനുസരിച്ച് നമുക്ക് സി പി സി ടി അനുസരിച്ച് എന്ത് പറയാം? ഈ ആംഗിളും ഈക്വൽ ആണെന്ന് എഴുതാം. ആംഗിൾ POA is equal to angle AOC, equation number 1 CPC. Similarly, ഇനി നമുക്കറിയാം ഇതൊരു സെമി സർക്കിൾ ആണ്, ഇത് അതിന്റെ സെന്ററിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ആംഗിളിലുള്ള സെയിം പ്രത്യേകത തന്നെയാണ് ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമിലർലി ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഈ 2 ട്രയാങ്കിൾ, 3rd ഉം 4th ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ 2 ട്രയാങ്കിൾ എസ്എസ്എസ് റൂൾ അനുസരിച്ച് കോൺഗ്രുവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ CPCT അനുസരിച്ച് ഈ 2 ആംഗിൾസിനെ നമുക്ക് ഈക്വൽ ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ QOB is equal to angle BOC, CPCT സിമിലർലി ആണ്, ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് എല്ലാം പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, ഇതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതുകൊണ്ട് സിമിലർലി ഇട്ട് നമുക്ക് എഴുതിയാൽ മതി. ഇനിയും നോക്കുക, നമുക്കറിയാം ഒരു സെമി സർക്കിളിന്റെ ഒരു സൈഡിൽ വരുന്ന എല്ലാ ആംഗിളിന്റെയും സമ്മിനെ നമുക്ക് എന്ത് എഴുതാം? 180 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ആംഗിൾ POA പ്ലസ് ആംഗിൾ AOC പ്ലസ് ആംഗിൾ COB പ്ലസ് ആംഗിൾ BOQ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി.
ഈ ലൈനിൽ ഫോം ചെയ്യുന്ന എല്ലാ ആംഗിളിന്റെയും സമ്മിനെ 180 എന്ന് എഴുതാം. ഇവിടെ നോക്കുക, ഫ്രം 1 and 2 അനുസരിച്ച് നമുക്ക് എഴുതാം ആംഗിൾ POAയും ആംഗിൾ AOCയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആംഗിൾ AOCക്ക് പകരം എന്ത് അപ്ലൈ ചെയ്യുന്നു? ആംഗിൾ POA എന്ന് എഴുതുന്നു. അടുത്തത് ആംഗിൾ COB എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? QOBക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ QOBക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? ആംഗിൾ COB എന്ന് കൊടുക്കുന്നു. ഇസിക്കൽ ടു 180. 2 ടൈംസ് ആംഗിൾ POA, ഇത് 2 തവണയുണ്ട്, ഇത് 2 തവണയുണ്ട് ആംഗിൾ COB ഇസിക്കൽ ടു 180. 2 കോമൺ എടുത്താൽ ആംഗിൾ POA പ്ലസ് ആംഗിൾ COB ഇസിക്കൽ ടു 180. സോ ആംഗിൾ POA പ്ലസ് ആംഗിൾ COB ഇസിക്കൽ ടു 180/2, 90 ഡിഗ്രി. നോക്കുക, ആംഗിൾ POA എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ COA എന്ന് പറയുന്ന ആംഗിളും എന്തെന്ന് കിട്ടി? 90 ഡിഗ്രി എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം POA എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ AOCക്ക് ഈക്വൽ ആണ്. ആംഗിൾ QOB COB അതുപോലെ തന്നെ നമുക്ക് എഴുതാം. ആംഗിൾ COB അതുപോലെ എഴുതി 90 ഡിഗ്രി. നോക്കുക, നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ AOC പ്ലസ് ആംഗിൾ COB. നമുക്കറിയാം ഇത് രണ്ടും കൂടെ സം ചെയ്താൽ ഏത് ആംഗിൾ ആണ് കിട്ടുന്നത്? ആംഗിൾ AOB. ഈ 2 ആംഗിളിന്റെ സമ്മാണ് ആംഗിൾ AOB. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആൻസർ ആംഗിൾ AOB ഇസിക്കൽ ടു 90 ഡിഗ്രി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മുടെ ആൻസർ അനുസരിച്ച് ആംഗിളിനെ മാറ്റി എഴുതുക.